ശ്രീ ജോർജ് ജോസഫ്, അതായത് ഇപ്പോൾ ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ഇങ്ങനൊരു അട്ടിമറി നടത്തിയത്, കൃത്രിമത്വം നടത്തിയത് അന്നത്തെ ഒരു അഭിഭാഷകനാണ്. ആ അഭിഭാഷകൻ, ജൂനിയർ അഭിഭാഷകൻ പിന്നീട് കേരളത്തിലെ മന്ത്രിസ്ഥാനത്ത് വരെ എത്തുകയും ചെയ്തു. ഇപ്പോൾ പല വകുപ്പുകളായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പ്രതി ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയാണ്. എങ്ങനെയാണ് അങ്ങയുടെ പ്രതികരണം? ഫൗണ്ട് ഗിൽറ്റിന്നായി 6 വകുപ്പ് പറയുന്നുണ്ട്. കൺകറന്റ് ആയിട്ട് 3 വർഷത്തേനാണ് മൊത്തം ശിക്ഷ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആന്റണി രാജുക്ക് ആ കോടതി ജാമ്യം അനുവദിക്കും. പക്ഷെ 7 വർഷത്തിലേക്കാണെങ്കിൽ ആ കോടതി റിമാൻഡ് ചെയ്തേ പറ്റൂ. അപ്പം 5-6 വകുപ്പുകൾ പറയുന്നുണ്ടെങ്കിലും 7 വർഷം വരെയുള്ള ശിക്ഷ അതിനകത്ത് വരുന്ന കുറ്റങ്ങളാണ് കോടതി ഫൗണ്ട് ഗിൽറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പം റിമാൻഡിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. എങ്കിലും 1990 ഒരു സംഭവം ഏകദേശം 35 വർഷത്തോളം ഈ കേസ് വലിച്ചു നീട്ടിക്കൊണ്ട് പോയി. അത് പല പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഏതായാലും 35 വർഷം കഴിച്ചിട്ടും കോടതി ആ സത്യം കണ്ടെത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തൊണ്ടി മാറ്റി എന്നുള്ളത് ആ വിദേശ പൗരൻ അയാളുടെ അണ്ടർവെയറില് ഇതുപോലെ ബ്രൗൺ ഷുഗറോ അത് കൊണ്ടുവന്നു, അത് പിടിക്കപ്പെട്ടു. അയാളുടെ ബ്രൗൺ ഷുഗർ ഇരുന്ന അണ്ടർവെയർ അത് അഴിച്ച് കോടതിയിൽ ഹാജരാക്കി തൊണ്ടിയായിട്ട്. അത് പിന്നീട് അവിടുത്തെ കോടതി ക്ലാർക്കുമായിട്ട് ചേർന്ന് അതിന്റെ സൈസ് കൊച്ചുകുട്ടികളുടെ പോലെ വെട്ടിച്ചുരുക്കി തയ്ച്ച് കോടതിയിൽ വെച്ചു എന്നുള്ളതാണ് ആ കേസിന്റെ കുറ്റം. അതൊരു കുട്ടികൾക്ക് ധരിക്കാൻ മാത്രം ചെറിയൊരു അണ്ടർവെയർ ആണ്, വലിയൊരു അണ്ടർവെയർ അല്ല എന്ന് ഹൈക്കോടതി അതിനകത്തൊരു ഫൈൻഡിങ് വന്നു. അങ്ങനെയാണ് ആ കേസിനകത്ത് തൽക്കാലം രക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്പോഴാ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയി. പൊതു താല്പര്യ ഹർജികൾ അതിനകത്ത് പലതും വന്നു. അതിനെതിരായിട്ട് അത് കോടതിയിൽ കാണിച്ച കൃത്രിമത്തിന് കൃത്യമായ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തി അതിന്റെ കുറ്റച്ചാർജ് ഹാജരാക്കി. അങ്ങനെയാണ് ഈ കേസിനകത്ത് ഇപ്പം ഒരു ഫൗണ്ട് ഗിൽറ്റി ശിക്ഷിക്കാൻ പോകുന്നത്. കോടതി എത്ര വർഷത്തേനാണ് ശിക്ഷിക്കുന്നതെന്ന് അറിയില്ല. 3 വർഷമാണെങ്കിൽ ജാമ്യം കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ റിമാൻഡിൽ പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.